കേന്ദ്രമന്ത്രിസഭാ രൂപീകരണത്തിന് പിന്നാലെ ശിവസേനയിൽ ഭിന്നത. പാർട്ടിയെ അവഗണിച്ചെന്ന് വിമർശനമുന്നയിച്ച ശിവസേന എംപിയെ തിരുത്തി ഏക്നാഥ് ഷിൻഡെയുടെ മകൻ ശ്രീകാന്ത് ഷിൻഡെ. എൻഡിഎക്ക് നിരുപാധിക പിന്തുണയാണ് നൽകുന്നത് എന്ന് ശ്രീകാന്ത് ഷിൻഡെ വ്യക്തമാക്കി. 7 എംപിമാർ ഉണ്ടായിട്ടും ഒരു സഹമന്ത്രി പദത്തിൽ പാർട്ടിയെ ഒതുക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ വിമർശനം. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീനാഥ്, ഇതൊരൊറ്റപ്പെട്ട എതിർശബ്ദമാണോ അതല്ല വ്യാപകമായ അതൃപ്തിയുണ്ടോ? വേണു, എൻസിപിക്ക് പിന്നാലെ ഇപ്പോൾ ശിവസേനയിലും എൻഡിയുടെ സഖ്യകക്ഷിയായ ശിവസേനയിലും വലിയ അതിർത്തി ഉണ്ട് എന്ന കാര്യം വ്യക്തമായതാണ്. കഴിഞ്ഞ ദിവസം തന്നെ ശിവസേനയിലെ 3 തവണ ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട എംപി തന്നെയാണ് പാർട്ടിയെ വലിയ തരത്തിൽ ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ അവഗണിച്ചു എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് യഥാർത്ഥത്തിൽ ശിവസേന നേതാവായ ഏക്നാഥ് ഷിൻഡെ BJP നേതൃത്വത്തിന് മന്ത്രിസഭാ രൂപീകരണത്തിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞ് നൽകിയതാണ്. പക്ഷെ ആ പേര് പിന്നീട് വെട്ടുകയായിരുന്നു. പിന്നീട് ഒരു സഹമന്ത്രി പദത്തിൽ മറ്റൊരു നേതാവിനെ തീരുമാനിക്കുകയുമായിരുന്നു. ഏതായാലും ഈ ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു നേതാവിന്റെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ഷിൻഡെ, ഏക്നാഥ് ഷിൻഡെയുടെ മകൻ തന്നെ ഈ കാര്യത്തിൽ മറുവാദവുമായി രംഗത്തെത്തി. നിരുപാധിക പിന്തുണയാണ് എൻഡിഎയിൽ തങ്ങളുടെ പാർട്ടി നൽകുന്നത്, ഏതെങ്കിലും തരത്തിലൊരു ഭിന്നതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞും വെക്കുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെ മുന്നോട്ടുള്ള യാത്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ നിയമസഭയിലേക്ക് ഏത് തരത്തിൽ സീറ്റ് വിഭജനം നടക്കും എന്ന കാര്യമൊക്കെ അനുസരിച്ചിരിക്കും ഈ മുന്നണിയുടെ ഒരു മുന്നോട്ട് പോക്ക്. നിലവിൽ തന്നെ 100 സീറ്റ് വേണം എന്ന് ഷിൻഡെ വിഭാഗം BJPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. 90 സീറ്റ് വേണം എന്ന് NCP അജിത് പവാർ വിഭാഗവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഏതാണ്ട് 98 സീറ്റാണ് പിന്നീട് ശേഷിക്കുന്നത്. അതിൽ പിന്നെയും ഘടകകക്ഷികളുണ്ട്. അത്രയും കുറഞ്ഞ സീറ്റിലേക്ക് ഏതായാലും BJP മത്സരിക്കാനുള്ള സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇപ്പോൾ നൽകിയ വിട്ടുവീഴ്ചകൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഷിൻഡെ വിഭാഗത്തിൽ നിന്നും അജിത് പവാർ വിഭാഗത്തിൽ നിന്നുമൊക്കെ വലിയ ഒരു സമ്മർദ്ദം BJPക്ക് നേരിടേണ്ടി വരും. അത് മുന്നണിയുടെ മുന്നോട്ട് പോക്കിന് നല്ലതുമല്ല. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.